മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വെറൈറ്റീസ് ഓഫ് ചിപ്സ് ആൻഡ് ഡ്രിങ്ക്സിന്റെ ഒരു അടിപൊളി റിവ്യൂ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 12 വെറൈറ്റീസ് ഓഫ് ലേസും പിന്നെ കുറച്ച് 7 വെറൈറ്റീസ് ഓഫ് ഡ്രിങ്ക്സും ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ചിപ്സും ഇത് പൊക്കാണ് കേട്ടോ. ഇത് ടൊമാറ്റോ ചില്ലി ഫ്ലേവർ പൊക്കോൺ എന്ന് പറഞ്ഞിട്ട് പൊക്കാനാണ് ഇത്. പിന്നെ അങ്ങനത്തെ കുറച്ച് ഡോയിറ്റോസ് അങ്ങനെ കുറച്ച് ലേസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് റിവ്യൂ ഇത് ചെയ്യാൻ തുടങ്ങിയാലോ. ഞാനിത് ഫുൾ കൺഫ്യൂഷൻ ആയി കിടക്കാണ്. ഇത് ഇത്ര സാധനമൊക്കെ കണ്ട എന്റെ തലേന്ന് ക്ലീൻ വർക്കുവാണ്. ഇതിൽ നേരിട്ട് ചൂസ് ചെയ്യണ ഒരു ഐഡിയ ഇല്ല. നമുക്ക് നമ്മുടെ പഴയ നമ്പർ ഇറക്കി വെക്കാലോ. ഇങ്കി പിങ്കി പോങ്കി ഫാദർ ഹാസ് എ ഡോങ്കി ഹഷ ബുഷ 1 2 3. യെസ്, ഓർഡറിലൊന്നല്ല എണ്ണയത്. എന്നാലും നമുക്ക് ഇതിന്റെ 2 യമ്മി എന്ന് പറഞ്ഞ ഈ ഒരു ചിപ്സ് ആണ് നമുക്ക് കിട്ടിയത്. ഇത് സ്പാനിഷ് ടൊമാറ്റോ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. സാധാരണ ബിഗ് ബോർഡ് അതേ ഷേപ്പ് ഒക്കെയാണ്. നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എന്താ നോക്കാം. അടിപൊളി. മറ്റേ കെച്ചപ്പും ടൊമാറ്റോയുടെ ആ ഒരു ചിപ്സിന്റെ പൊട്ടാറ്റോയുടെ ഫ്ലേവർ ഒക്കെ വരുന്നുണ്ടോ. നല്ല സ്പൈസി അല്ല, നോർമൽ ടേസ്റ്റ് ആണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത്. അപ്പൊ ഗൈസ്, ഇതിൽ കാണുന്ന മിക്ക ഫ്ലേവർ ഒന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ഫ്ലേവേഴ്സ് ആണ്. ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാത്ത ഫ്ലേവേഴ്സ് ആണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ചിപ്സ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഇത് അടിപൊളിയാണ്. അതിന്റെ പേര് പോലെ തന്നെ അത് 2 യമ്മി തന്നെയാണ്. അത് പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഫ്ലേവർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെത്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഐറ്റമിലേക്ക് പോവാം. ഇനി നമുക്കൊരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഹെർഷീസിന്റെ മിൽക്ക് ഷേക്ക് കുക്കീസ് ആൻഡ് ക്രീം ഫ്ലേവർ ആണ് ഇവിടെ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ എടുത്തിട്ടുള്ളത്. നന്നായി കുടിക്കൂട്ടാം. നമുക്കൊന്ന് സ്ട്രോ വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ്, നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു ഐസ്ക്രീമിന്റെ ഫ്ലേവർ ആണ് കിട്ടുന്നത്. നല്ല വെനില ഐസ്ക്രീമിന്റെ ഫ്ലേവർ ആണ് എനിക്ക് കിട്ടുന്നത്. ഇടയ്ക്കൊരു ചോക്ലേറ്റിന്റെ ഫ്ലേവർ. നമുക്ക് ഇനി നമ്മുടെ ലേസിന്റെ സെക്ഷനിലേക്ക് വീണ്ടും മാറാം. ഇനി നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇതിന്റെ അകത്ത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും അതിൻ്റെ അകത്ത് ചെറിയൊരു പാക്കറ്റ് കെച്ചപ്പാ തോന്നുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ആ ഫ്രഞ്ച് ഫ്രൈസ് കെച്ചപ്പാട്ടോ ഗൈസ്. ഇനി നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒരു പ്ലേറ്റിലേക്ക് തട്ടി നോക്കാം. വലിയ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവുമ്പോൾ തോന്നുന്നു കണ്ടിട്ട്. നമ്മളൊരു ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ എടുത്തിട്ടുണ്ട്. കെച്ചപ്പിൽ ഞാൻ ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് പോലെയല്ല, കുറച്ച് പരന്നിട്ടാണ് തോന്നുന്നത്. ഇത് നമ്മുടെ സാധാരണ പൊട്ടാറ്റോ ചിപ്സ് തന്നെയാണ്. അപ്പൊ ഞാൻ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് എന്റെ ഫേവറേറ്റ് ഐറ്റം ആണ് നമ്മുടെ ചീസ് ബോൾസ്. ചീസ് ബോൾസ് സ്വാഭാവികമായി നിങ്ങൾക്ക് ചീസ് ബോൾസ് ഇഷ്ടമാണ്. ഞാൻ ഈ കമ്പനിയുടെ ചീസ് ബോൾസ് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ ചീസ് ബോൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഒരു സ്മോൾ ബോൾസ്, അതിന്റെ പുറത്ത് ചീസിന്റെ പൗഡർ ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് സ്നാക്ക് ചീസ് ബോൾസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചീസ് ബോൾസ് ആണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നല്ല ചീസ് പൗഡറിന്റെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. സ്മോൾ ടൈനി ബോൾസ് നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. It's yummy. Too good. I like it. നെക്സ്റ്റ് നമ്മൾ ഒരു ഡ്രിങ്ക് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ടോഫി കാരമലിന്റെ ഒരു ഡ്രിങ്ക് ആട്ടോ. ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റ് എന്നിട്ട് പറയാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് തുറന്ന് കുടിച്ചു നോക്കാം. നമുക്കിതൊന്ന് കുടിച്ചു നോക്കാം. നമ്മളെ കാരമലും ഒരു ചോക്ലേറ്റ് ഷേക്കിന്റെ ആ ഒരു ടേസ്റ്റ് ആണ് ഇതിന് വരുന്നത്. എന്നാൽ ഓവർ മധുരം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇത് നോർമൽ ആയിട്ട് ഒരു എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റിഫ്രഷിംഗ് ആണ് ഒരു ഷേക്ക്. ഇതിൽ നിന്ന് ഇനിയിപ്പോ നമ്മുടെ ലേസ് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയി. അപ്പൊ നമുക്കിനി നമ്മുടെ പോപ്കോൺ എടുക്കാം. അത് നമുക്കിത് ടൊമാറ്റോ ചില്ലി ഫ്ലേവർ പോപ്കോൺ ആട്ടോ. ഇത് ടൊമാറ്റോ ചില്ലി ഫ്ലേവർ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ട്. ഞാൻ ചീസിന്റെ നോർമൽ പോപ്കോൺ ആണ് എനിക്ക് പൊതുവെ ഞാൻ കഴിക്കാറുള്ളത്. അപ്പൊ നമുക്ക് ഈ ടൊമാറ്റോ ചില്ലി പോപ്കോൺ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ലൈറ്റ് സാധാരണ പൂക്കണേക്കാൾ കുറച്ചുകൂടെ ലൈറ്റ് ഒരു
കുറച്ച് റെഡിഷ് കളർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പോപ്കോണിന്റെ മുകളിൽ ആ ഒരു ടൊമാറ്റോ ഫ്ലേവർ, പിന്നെ ചില്ലി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ എരിവൊന്നും തോന്നിയില്ല. ബട്ട് ഇറ്റ്സ് ടു യമ്മി. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഒരു ടു യമ്മിയുടെ ഒരു ഫ്ലേവർ എടുത്തിട്ടുണ്ടായില്ലേ, സ്പാനിഷ് ടൊമാറ്റോയുടെ. അതിന്റെ അല്ല, ഇത് ഇത്തവണ കാശ്മീരി ചില്ലിയുടെ ടു യമ്മിയുടെ അതേ സംഭവമാണ്. അതിന്റെ ടൊമാറ്റോയുടെ ഫ്ലേവർ, സ്പാനിഷ് ടൊമാറ്റോയുടെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഈ കാശ്മീരി ചില്ലിയുടെ ഫ്ലേവർ നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. നല്ല ചില്ലിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ ഒരു ചില്ലിയുടെ സ്പാർക്കിൾസ് ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ബിങ്കോ ഇല്ലേ, അതിന്റെ ഒരു സെയിം ഫ്ലേവർ ആണ് എനിക്ക് ഇതൊക്കെ കിട്ടിയത്. എനിക്ക് നേരത്തെ നമ്മൾ മറ്റേ സ്പാനിഷ് ടൊമാറ്റോയുടെ ആ ഫ്ലേവർ അതെനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇതിന് കാശ്മീരി ചില്ലിയുടെ മാത്രം ഫ്ലേവർ അല്ല, കുറച്ച് പുളിയും കൂടി ഉണ്ട്. പൊതുവെ എനിക്ക് നല്ല പുളി ഇഷ്ടമല്ലാത്ത ആളാണ്. നിങ്ങൾ എന്റെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് എനിക്ക് സ്പാനിഷ് ടൊമാറ്റോ ആട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഗൈസ്, ഇനി ഞാൻ നെക്സ്റ്റ് ഒരു ഡ്രിങ്ക് ആണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ മിക്ക ആൾക്കാരും കഴിച്ചിട്ടുണ്ടാവുമായിരിക്കും ഈ ഒരു ഡ്രിങ്ക്. ഇത് ലിച്ചിയുടെ ഫ്രൂട്ട് ഡ്രിങ്ക് ആണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ലിച്ചിയും പിന്നെ കുറച്ച് ലിച്ചിയുടെ ആ ഒരു ഫ്ലഷും പിന്നെ കറക്റ്റ് ടേസ്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ സത്യം പറഞ്ഞ. ഓക്കെ ഡ്രിങ്ക് ആണ്, കുഴപ്പമില്ല. ഓക്കെ ഡ്രിങ്ക് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു നുള്ളു പുളി ഉണ്ട് കേട്ടോ എവിടെയോ. ഗൈസ്, എനിക്കൊരു പണി മാറിപ്പോയി. ഇത് രണ്ടും ഞാൻ സെയിം ഫ്ലേവർ ആണ് എടുത്തത്. എനിക്ക് മാറിപ്പോയതാണ് ഗൈസ്. ഇത് നല്ല ഭയങ്കര അവർ ഹോട്ടസ്റ്റ് നാച്ചോ ചിപ്സ് എന്നൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പത്രക്ക് സ്പൈസി ആണോ എന്നൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഓ, നല്ല മുളക് പൊടി മൂക്കിൽ അടിച്ചു തരുന്നുണ്ട് ഗൈസ്. കാണുമ്പോ തന്നെ പേടിയാവുന്ന ഒരു ഇതാണ്. നമ്മൾ മറ്റേ ജോളോ ചിപ്പില്ലേ, അതിന്റെ ഒക്കെ ഒരു സ്റ്റൈൽ ഉണ്ട് കേട്ടോ ഇതിന്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. ട്രയാങ്കിൾ ഒക്കെ ഞാൻ നോക്കി എടുത്തിട്ട്. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഓ മൈ ഗോഡ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ചിപ്സ് കണ്ടപ്പോ തന്നെ എന്റെ ചെവിന്നൊക്കെ പുക പോകുന്ന പോലെ ഉണ്ടോ ഗൈസ്? അയ്യോ, കാരണം തന്നെ കുറച്ച് പേരുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ വിചാരിച്ചത്ര എരിവില്ല, എന്നാലും എരിവുണ്ട്. ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിപ്സ് ഭയങ്കര ഹാർഡാണ്. പിന്നെ അതിന്റെ മുളകിന്റെ പൊടിയൊക്കെ തൊണ്ടയിൽ ഇതായിട്ട് കുറച്ച് ചുമയൊക്കെ വരുന്നുണ്ട്. കഴിച്ചോണ്ടിരിക്കുമ്പോൾ നല്ല എരിവ് വരുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു ഒറ്റ ചിപ്സേ കഴിച്ചിട്ടുള്ളൂ. ഇപ്പൊ എനിക്ക് ഇങ്ങനെ എരിവ് ഇങ്ങനെ അകത്തുനിന്ന് പ്രോസസ്സിങ് ചെയ്തോണ്ടിരിക്കുന്നത്. എരിവ് കൂടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അധികം ട്രൈ ചെയ്ത് എനിക്ക് പണി കിട്ടും. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഐറ്റംസിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, കുറച്ച് നമ്മുടെ എരിവുള്ള ചിപ്സ് ഒക്കെ കഴിച്ചിട്ട് ലസ്സി ട്രൈ ചെയ്ത് നോക്കിയാലോ നമുക്ക്. ഞാൻ ഇതുവരെ ഈ ഇൻസ്റ്റന്റ് ലസ്സി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല. വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാവും നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഗൈസ്, പുളിയുണ്ട്, ലിച്ചിയുടെ ഫ്ലേവർ എനിക്ക് കിട്ടുന്നുണ്ട്. കുറച്ച് തിക്കാണ്. അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ഡ്രിങ്ക് ആണ്. നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് ലസ്സിയുടെ ഒക്കെ ടൈപ്പ് ഡ്രിങ്ക്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഐറ്റംസിലേക്ക് കിടക്കാം. ഇനി ഇവിടെ നമുക്ക് കുറച്ച് 1 2 3 4 5 ഐറ്റംസ് നമുക്കിവിടെ ബാലൻസ് ഉണ്ട് ലേസിൽ. പിന്നെ 3 ജ്യൂസാണ് നമുക്ക് ഇനി ഇപ്പോൾ ബാലൻസ് ഉള്ളത്. ഇപ്പൊ നമുക്ക് ഡൊറിറ്റോനെ എടുത്തു നോക്കിയാലോ. ഇതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് സ്വീറ്റ് ചില്ലി ഫ്ലേവേർഡ് കോൺ ചിപ്സ് എന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. വേൾഡ്സ് നമ്പർ 1 നാച്ചോ എന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത്. അപ്പൊ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കിയാലോ. നല്ല കോണിന്റെ ഫ്ലേവർ ആണ് മഹാടേക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിന് അതിന് അത്ര എരിവില്ല തോന്നുന്നു. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എരിവൊന്നുമില്ല, ഒരു നോർമൽ എരിവ്. ബട്ട് ആ കോണിന്റെ ഫ്ലേവറും കുറച്ച് ചീസിന്റെ പൗഡറൊക്കെ ഇടുന്നുണ്ട് തോന്നുന്നു. അത് നല്ല ഒരു അടിപൊളി ഫ്ലേവർ ആയിട്ട് മിക്സ് ആയി വരുന്നുണ്ട്. ഇറ്റ്സ് യമ്മി. ഐ ലൈക്ക് ഇറ്റ്. അപ്പൊ
ഗൈസ് നമുക്ക് ഈ 2Yummy ക്ലാസിക് സാൾട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്ലാസിക് സാൾട്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നോർമൽ ലേസിന്റെ ഒരു ഫ്ലേവർ ആണ് ഇവർ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ് ഇതിനകത്ത് കാണാൻ ഇങ്ങനെയാണ്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ എന്ന് പറയാം. പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് കുറച്ച് ഉപ്പ് മാത്രമേ ഉള്ളൂ. ഉപ്പ് മാത്രമാകുമ്പോൾ എനിക്ക് അത് ഇഷ്ടമായിട്ടില്ല. ഓക്കെ ഓക്കെ അതിന് വലിയ ഇഷ്ടമായില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ഫ്ലേവർ ആണ്. അപ്പൊ ഗൈസ് നമുക്ക് നെക്സ്റ്റ് ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഏതെടുക്കണം ഫുൾ കൺഫ്യൂഷൻ ആയി കിടക്കുകയാണ്. നമുക്ക് തൽക്കാലം ഇതെടുത്ത് നോക്കാം. ഇത് നമ്മുടെ അമേരിക്കൻ മിക്സഡ് ബെറി ജ്യൂസ് ആണ്. ഇതിന്റെ അകത്ത് മറ്റേ എന്തൊക്കെയോ ഫ്ലഷ് ഒക്കെ ഉണ്ട്. അതെന്തിനാന്ന് ഞാൻ വായിച്ചു നോക്കട്ടെ. ബെറിയുടെ ഫ്ലഷ് തന്നെ ആയിരിക്കും. അതൊരു ജെല്ലി ടൈപ്പിൽ കട്ട് ചെയ്ത് ജ്യൂസിന്റെ ഇടയിൽ ഇട്ടേക്കാണ്. നമുക്കിതൊരു ട്രൈ ചെയ്ത് നോക്കിയാലോ? നല്ല പിങ്കിഷ് കളറാട്ടോ ഇതിന്റെ. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പുളിയും മധുരൊക്കെ ആയിട്ട്. സാധാരണ എനിക്ക് പൊതുവെ പുളി വലിയ ഇഷ്ടമല്ലാത്തതാണ്. പക്ഷെ എന്തോ ഇതെനിക്ക് ഇഷ്ടമായി. ആ ജെല്ലി ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ്. ആ ജെല്ലിയുടെ ഒരു കൺസിസ്റ്റൻസി അടിപൊളിയാണ്. എനിക്ക് ഈ ഡ്രിങ്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ജെല്ലിയുടെ ആ ഒരു ഇത് അടിപൊളിയാണ്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ് ഞാനിപ്പോ ഇത്ര ചിപ്സ് ഒക്കെ കഴിക്കാനും മടുത്തിരിക്കുകയാണ്. ഇതൊന്നും എനിക്കിപ്പോ പൊട്ടിക്കാൻ പോലും തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് മടുത്തു പോയി കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് കുറച്ചുകൂടെ ഉള്ളൂ. എന്ന് നമുക്ക് ബാക്കിയുള്ളത് കൂടെ ട്രൈ ചെയ്ത് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇനിയുള്ളത് നമ്മളെ ആക്ടു നാച്ചോന്റെ ടൊമാറ്റോ ക്രിസ്പി ആൻഡ് ക്രഞ്ചിന്റെ ഈ ഒരു ലേസ് ആണ്, സോറി ചിപ്സ് ആണ്. ഇത് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇത് നമ്മുടെ മറ്റേ ഡൊറിറ്റോസിന്റെ അതേപോലത്തെ ഷേപ്പ് ആട്ടോ, ആ ട്രയാങ്കിൾ. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ? നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്ന ഈ ടൈപ്പ് ചിപ്സ് ഒക്കെ കുറച്ച് ഹാർഡാണ്. നമ്മൾ ലേസിനെ പോലത്തെ അങ്ങനെ കുറച്ച് ക്രിസ്പിനെസ് വരുന്നില്ല കേട്ടോ ഇതിന്. ബട്ട് ഇതിന്റെ മസാല ഒക്കെ ഓക്കെ ആണ്. ആ ടൊമാറ്റോയുടെ ഫ്ലേവർ ഒക്കെ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് ചീസിന്റെ ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട്. ഇറ്റ്സ് യമ്മി, ഐ ലൈക്ക് ഇറ്റ്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് പോകും. ഇത് ഞാൻ ഇനി നിങ്ങൾക്ക് പ്ലേറ്റ് ഇതിന്റെ ക്വാണ്ടിറ്റി കാണിച്ചു തരാം. ക്വാണ്ടിറ്റി കുഴപ്പമില്ല, ഓക്കെ ആണ്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് പോയാലോ? അപ്പൊ ഗൈസ് ഈ ഒരു 3 ഐറ്റംസ് മാത്രമേ ബാക്കിയുള്ളൂ. ഇനി നമുക്ക് ഒരു ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഈ ഒരു പൈനാപ്പിളിന്റെ ഈ ഒരു ജ്യൂസ് ആട്ടോ. ഇത് ഡ്രിങ്ക് ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ജ്യൂസാണ്. ഇതിന്റെ അകത്തും പൈനാപ്പിളിന്റെ ജെല്ലി അവിടെ ഉണ്ടാവും. പൈനാപ്പിളിന്റെ ഈ ജ്യൂസും അതിലൂടെ തന്നെ ഇതിന്റെ ജെല്ലി ഉണ്ടാവും. ഇത് നമുക്കൊന്ന് കുടിച്ച് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഷേക്ക് ജെല്ലിയൊക്കെ അടിയിൽ ഡെപ്പോസിറ്റ് ആയിട്ട് ഇറക്കായിരിക്കും. നമുക്കൊന്ന് കുടിച്ച് നോക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ജെല്ലി അടിപൊളിയാണ് കേട്ടോ. എന്താ അറിയില്ല, എനിക്ക് ഈ ഡ്രിങ്കിലും ജെല്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാച്ചുറൽ പൈനാപ്പിളിന്റെ ആ ഒരു ജ്യൂസിന്റെ അതേ ഫ്ലേവർ ആണ് ഇതിനുള്ളത്. ആ ജെല്ലി കൂടെ വരുമ്പോൾ എന്താണെന്നറിയില്ല കുറച്ചുകൂടെ പ്രത്യേകിച്ച് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ 2 ഡ്രിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ കിടക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ നേരത്തെ ചെയ്തായിരുന്നു. അതിന്റെ വേറൊരു ഫ്ലേവർ ആണ് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ്. ഇത് പെരി പെരി ഫ്ലേവർ ആണ്. നേരത്തെ ടൊമാറ്റോയുടെ ഫ്ലേവർ ആയിരുന്നു. ഇത് പെരി പെരി ഫ്രഞ്ച് ഫ്രൈസ് ആട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പൊ നമുക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നേരത്തെ അതേ ക്വാണ്ടിറ്റിയും അതേ ടെക്സ്ചർ ഒക്കെ തന്നെയാണ്. അതിൻ്റെ കൂടെ കുറച്ച് പെരി പെരി പൗഡർ ആഡ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. കെച്ചപ്പെടുന്നതിനെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ ഒരു പെരിപെരിയുടെ ഇത് നന്നായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ വേറെ പെരിപെരിയുടെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. വേറെ വലിയ സ്പെഷ്യാലിറ്റീസ് ഒന്നുമില്ല. നേരത്തെ അതേ സെയിം ഫ്രഞ്ച് ഫ്രൈസ് പോലെ തന്നെയാണ്. ഇത് നമ്മളെ ഡ്രിങ്ക് ഫ്ലോട്ട്, നമ്മളെ ലിച്ചിയുടെ ഒരു ഡ്രിങ്ക് ആണിത്.
നമുക്ക് ആ ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിച്ചിയുടെ ഒരു ജെല്ലി ഇതിന്റെ അകത്തുണ്ട്. നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. കുടിച്ചോട്ടോ. ഇറ്റ്സ് ഓക്കെ ഡ്രിങ്ക്. അതിനകത്ത് ജെല്ലിയൊക്കെ വരുമ്പോൾ ടേസ്റ്റ് ഉണ്ട്. ബട്ട് എനിക്ക് ഈ ഡ്രിങ്ക്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു അമേരിക്കൻ മിക്സഡ് ബെറി ജ്യൂസും പിന്നെ നമ്മൾ ഈ പൈനാപ്പിളിന്റെ ഇതുമാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ഈ ലിച്ചിയുടെ ഫ്രൂട്ട് കഴിക്കാൻ മാത്രമാണ് എനിക്കിഷ്ടം. ഈ ഡ്രിങ്ക്സ് ഒന്നും ലിച്ചിയുടെ എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. പിന്നെ എനിക്ക് ലേസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മുടെ സ്പാനിഷ് ടൊമാറ്റോയുടെ ആ ഒരു ചിപ്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ സംഭവമാണ് ഗൈസ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നോർമൽ ടേസ്റ്റ് ആണ്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ തന്നെ എന്റെ വയറിലേക്ക് ശ്വാസം മുട്ടിയിട്ട് പറ്റുന്നില്ല. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.